നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്ത കാലമാണ്. നല്ല കൃത്യസമയത്താണ് ഇ.ഡി. പിണറായിയെയും വീണയെയും അന്വേഷിച്ചു വരുന്നതും. CMRL നിന്ന് ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 കൈപ്പറ്റിയ കേസിലാണ് ഇ.ഡിയും ആദായ നികുതി വകുപ്പുമൊക്കെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും തേടിയെത്തുന്നത്. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന കേരള സർക്കാരിനെയും CPM-നെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് BJP ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അതും ഏശാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം സംസ്ഥാനം ഭരിച്ച മറ്റൊരു മുഖ്യമന്ത്രിയും ഇത്ര വലിയൊരു ഏടാകൂടവും അഴിമതിയും ഒന്നും ഒപ്പിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കില്ല. നേതാക്കളോ കുടുംബാംഗങ്ങളോ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കണമെന്നാണ് CPM നയം. പിണറായി വിജയനോ EP ജയരാജനോ അത് ചെയ്തിട്ടില്ല. അനധികൃത സമ്പാദനം നടത്തിയെന്ന് EP-ക്കെതിരെ P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പിണറായിക്കെതിരെ ആരും ഒരക്ഷരം മിണ്ടിയില്ല. നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്കോ നേതാക്കൾക്കോ അതിൽ പങ്കില്ലെന്നുമാണ് CPM-ന്റെ നയം. വീണ വിജയനെതിരെ കേസുണ്ടായപ്പോൾ ഈ നയം വെള്ളത്തിൽ വരച്ച വര പോലെയായി. വീണയെ സംരക്ഷിക്കാൻ ആദ്യം ഇറങ്ങിയത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണ്. പിന്നാലെ AK ബാലനും EP ജയരാജനും രംഗത്തെത്തിയിരുന്നു. പക്ഷെ എല്ലാവരും ഒരുപോലെ വെട്ടിലായി. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിധി വന്നതിനെ തുടർന്ന് SFIOയും ഇപ്പോൾ EDയും അന്വേഷണം നടത്തുകയാണ്. ഈ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനാണ് CPM-ന്റെ തീരുമാനം. ഡൽഹി മദ്യനയ കേസിന്റെ FIR-ൽ പോലും പേരില്ലാത്ത അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തു. ആ നിലയ്ക്ക് കരിമണൽ കർത്തയുടെ കമ്പനിയായ CMRL-ഉം വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്താൽ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് എക്സോലോജിക് വലിയ ലാഭത്തിലേക്ക് കുതിച്ചത്. CMRL-ന് പുറമെ മറ്റു 12 സ്ഥാപനങ്ങളും വീണയുടെ കമ്പനിക്ക് പണം കൈമാറിയിട്ടുണ്ട്. ഇത് എന്ത് സേവനത്തിനാണെന്ന് രേഖകൾ സഹിതം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും EDയുടെ അന്വേഷണ പരിധിയിൽ വന്നേക്കാം. നിലവിൽ ED ആരംഭിച്ചിരിക്കുന്ന പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ആർക്കും കൈമാറേണ്ടതില്ല എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് വീണ വിജയനും മുഖ്യമന്ത്രിയും ഏറെ വെള്ളം കുടിക്കേണ്ടി വരും. പാർട്ടിയിൽ പിണറായിക്കെതിരെ പടപ്പുറപ്പാട് ഉടനെയൊന്നും ഉണ്ടാകില്ലെങ്കിലും അണികളും സാധാരണക്കാരും എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് CPM വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് പ്രതിപക്ഷ പിന്തുണയുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും ED വേട്ടയാടൽ നേരിടുന്ന കോൺഗ്രസ് കേരളത്തിൽ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചത് CPM-നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നതിന് സമാനമായ പരിപാടിയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്നതെന്ന് വ്യാപക ആക്ഷേപമുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ ക്രൈംബ്രാഞ്ചും വിജിലൻസും എടുത്ത കേസുകൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് ആക്ഷേപം. CPM-ന് ആകെ നേട്ടമായി ചൂണ്ടിക്കാണിക്കാവുന്നത് ഇലക്ട്രൽ ബോണ്ട് നിയമ പോരാട്ടത്തിലെ വിജയമാണ്. പിണറായിയും മകളും അതിന്റെ ശോഭ കെടുത്തി എന്നും ആക്ഷേപിക്കുന്നവരുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വിധി വന്ന ശേഷമാണ് കേന്ദ്രം വീണ വിജയനെതിരായ കേസുകൾ ശക്തമാക്കിയത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ബോണ്ട് ബൂമറാങ്ങായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പ് CPM-നും CPI-ക്കും മുട്ടൻ പണിയും കൊടുത്തിട്ടുണ്ട്. 11 കോടി രൂപ പിഴ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട CPI-ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആദായ നികുതി
നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. CPM-നും 15 കോടി രൂപ പിഴയടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഗോഖലെയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് 1700 കോടി രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 115 കോടി രൂപയും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. BJPയും നികുതി അടച്ചതിന്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനും പാപ്പരാക്കാനുമുള്ള BJPയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് KC വേണുഗോപാൽ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് പ്രതിപക്ഷ പാർട്ടികളെ സഹായിക്കുമെന്നുറപ്പാണ്. നന്ദി.